ഹലോ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരിൻ്റെ നടുവിലേക്ക് ഇതാ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. യെസ്, തലശ്ശേരിയുടെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് അതാണ് ഈ കാണുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് ഈസ് എ ബീച്ച് ഓൺ ദ മലബാർ കോസ്റ്റ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് കണ്ണൂർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ സദേൺ മോസ്റ്റ് ഇന്ത്യ. ഏകദേശം 3.8 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് മലബാർ കോസ്റ്റിലെ ഈ ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ ഡ്രൈവിംഗ് ബീച്ചിൽ. ആരും പേടിക്കേണ്ട, ഈ പറയുന്ന മുഴുവൻ വിക്കിപീഡിയ നോക്കിയാണ്. പിന്നെ ഇതാണ് സംഭവം, വേറൊന്നുമല്ല, നമ്മുടെ തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒന്ന് കാണാമെന്ന് കരുതി. എങ്ങനെയുണ്ടെന്ന് കാണുന്നില്ലേ, ഒരു ചേട്ടൻ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇതാ 120 rupees പെർ ഹെഡാണ്. കുട്ടികൾക്ക് 6 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അനുവേട്ടനും ലച്ചുക്കുട്ടനും കൂടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടാനായിട്ട് ഇതാ പോയിട്ടുണ്ട്. അവരൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതാ അനുവേട്ടൻ ഇതാ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇതാ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നു. പക്ഷേ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ എന്നറിയത്തില്ല, ഒരു ചേട്ടൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാനും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ആഹാ, എന്താ ഭംഗി. ലച്ചുക്കുട്ടൻ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിതാ കയറാൻ പോവാണ്. എല്ലാവരും നല്ല ധൈര്യത്തിലൊക്കെ കയറി പോകുന്നുണ്ട്. കടൽ നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. കയറുമ്പോൾ ഒരു പേടിയും തോന്നിയില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒന്നും അനങ്ങുന്നു കൂടിയില്ല. ഇതാണ് ഇത്ര വലിയ സംഭവം എന്നൊക്കെ കയറി നല്ല ധൈര്യത്തിൽ കയറി. ഓരോ തവണയും നടന്ന് പോകുമ്പോൾ വേവ് ലെങ്ത്തിനനുസരിച്ച് തന്നെയും ഈ ബ്രിഡ്ജും അനക്കവും കൂടി വരുന്നുണ്ട്. ലച്ചുക്കുട്ടന് ആദ്യം ഇച്ചിരി നല്ല ധൈര്യമായിരുന്നെങ്കിലും ഇത് കണ്ടോ, ബ്രിഡ്ജ് അനങ്ങുന്നത് നന്നായി കാണുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി വരും. ഞാനും വലിയ ധൈര്യം കാണിച്ചു, അങ്ങ് എത്തിയപ്പോൾ ധൈര്യം എല്ലാം ചോർന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴുള്ള കടൽ ശാന്തമായിരുന്നുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഈ കാണുന്ന കയറില്ലേ, ഇത് പിടിച്ചിട്ട് വേണം നമ്മൾ അതിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ തിര വരുമ്പോൾ നമ്മൾ തെറിച്ച് പോകും. ഞങ്ങൾ വലിയൊരു തിരമാലയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ ഇറങ്ങുന്ന സമയം വരെ വന്നിട്ടില്ല. എന്നാലും ഞാൻ അനുവേട്ടനോട് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം, എങ്ങാനും ഒരു തിരമാല വന്നാലോ. വന്നു. ആദ്യത്തെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനും ലച്ചുക്കൂട്ടനും അവിടെ നിന്നവരെല്ലാം ഉരുണ്ട് പടച്ച് വീണു, അനുവേട്ടൻ ഒഴിച്ച്. അപ്പം ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇറങ്ങാൻ നേരം നല്ലോണം പേടിച്ചു. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ശാന്തമായിരുന്ന കടൽ പെട്ടെന്ന് രൂക്ഷമാകാൻ തുടങ്ങി. ഞങ്ങളതുകൊണ്ട് സ്കൂട്ടായി. അപ്പോൾ പേടിച്ചു വിറച്ച് ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇറങ്ങി. ഇനിയും ജീവൻ പണയപ്പെടുത്താൻ കഴിയില്ല. നല്ല റിസ്ക്കാണ് കേട്ടോ കുട്ടികളെ കൊണ്ട് പോകാനായിട്ട്. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, കടൽ വീണ്ടും ശാന്തമായി. എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാന്ന് തോന്നുന്നു കടലമ്മ വലിയൊരു തിര വന്ന് ഉപ്പാട് ഫുള്ള് നനഞ്ഞു. ലച്ചുവൊക്കെ നന്നായിട്ട് നനഞ്ഞ് കൊള്ളായിട്ടുണ്ട്. കമ്മട്ടിപ്പാടം ടീ ആൻഡ് കോഫി, ഒരു കോഫി ഷോപ്പാണ്. അവിടെ പോയി, അവിടെ അത്യാവശ്യം നല്ല നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാം, നല്ല വുഡൻ പീസസ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തൊരു കോഫി ഷോപ്പ്. അവിടെ അത്യാവശ്യം നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ട്. പാവം, എങ്ങനെ മുങ്ങി ഒലിച്ച് പിടിക്കാഞ്ഞിട്ടല്ലേ? ആ, എന്നിട്ട് എന്ത് പറ്റി? നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. അവിടെ നമുക്ക് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് റെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നനഞ്ഞു വരുന്നവർക്കൊക്കെ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇത് ഈ ബീച്ചിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. വെൻ കമ്പയറിങ് ടു അതർ മണ്ണുകൾ എനിക്കിത് ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നി. നല്ല സോഫ്റ്റ്നെസ് ഉള്ള മണ്ണാണ് ഇവിടുത്തത്. പിന്നെ നമ്മൾ പാർക്കാണ്, അവിടെ തന്നെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ലച്ചു അടിച്ചു പൊളിക്കാനായിട്ട് കയറുന്നുണ്ട്. ഏതൊക്കെയോ കുഴലിലൂടെയൊക്കെ കയറി ഊരി വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കറിയാവുന്നവരാരും ഇല്ലാതിരുന്നുകൊണ്ട് എനിക്കും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഞങ്ങളെ കൊണ്ടുപോയത് കൊണ്ടാണോന്ന് അറിയില്ല, അനുവേട്ടൻ എന്തോ പറ്റി. അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു പാർക്കാണ്. നല്ല കാറ്റും നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ സ്കോഡക്കുട്ടൻ ഇതാ വരുന്നു. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇവിടെ കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല രസമാണ്. ഡ്രൈവിംഗ് അറിയാത്തവർക്കും പഠിക്കാനും എൻജോയ് ചെയ്യാനുള്ളവർക്കും ഒക്കെ അടിപൊളിയാണ്, കിടുവാണ്. ഇതാ അതിൻ്റെ ഇടയിലുള്ള ഐലൻഡ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മറ്റ് ചില വ്ളോഗിലൂടെയും വിശേഷങ്ങളിലൂടെയും നമുക്ക് ഇനിയും കാണാം. ബായ്.